ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ പല കാഴ്ചകളും കാണുമ്പോൾ ആ കാഴ്ചയ്ക്ക് പിന്നിലെ പരമസത്യത്തെ നാം മറന്നുപോകുന്നു. കണ്ടതൊക്കെ സത്യമാണെന്നും കണ്ടത് മാത്രമാണ് സത്യമെന്നും ബോധിച്ചുകൊണ്ട് അവയുടെ ലഭ്യതയ്ക്കായി ജീവിതകാലം മുഴുവൻ പരിശ്രമിക്കുന്നു. എന്നാൽ അവയാണെങ്കിലോ വെറും വെള്ളത്തിലെ നിഴൽ പോലെ, കണ്ണാടിയിലെ പ്രതിച്ഛായ പോലെ മാത്രമാണെന്ന് അവസാനത്തിലായിരിക്കും നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് പറയുകയാണ്, കാഴ്ചകൾ കണ്ടു കണ്ടിങ്ങ് നിങ്ങൾ കാണേണ്ടതെങ്ങോ മറഞ്ഞു. ലക്ഷ്യം പുറത്തല്ലടുത്താണകത്താണ് അനശ്വരാത്മാനന്ദ വസ്തു. ഈ ലോകത്തിലെ പല കാഴ്ചകളും കാഴ്ചകൾ കണ്ടു കണ്ടിങ്ങ് നിങ്ങൾ ഇവിടെയുള്ള ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന പരമ്പൊരുളിനെ നാം അറിയുന്നേ ഇല്ല. കാണേണ്ടതെന്തോ അത് മറന്നുപോയി, അത് മറഞ്ഞു. ഏതുപോലെ നാം ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഈ അക്ഷരങ്ങൾക്കെല്ലാം അവലംബമായിരിക്കുന്നത് കടലാസാണ്. അക്ഷരങ്ങൾ കാണുമ്പോൾ കടലാസിനെ നാം കാണുന്നില്ല. എന്നാൽ കടലാസില്ലാതെ എങ്ങനെയാണ് അക്ഷരം എഴുതുക? എന്നാൽ ഈ അക്ഷരങ്ങൾക്ക് അവലംബം കടലാസാണെന്ന് ബോധിച്ചുകൊണ്ട് നാം നോക്കുമ്പോൾ നമുക്ക് കടലാസും കാണാം, അക്ഷരവും കാണാം. എന്നാൽ ഈ അറിവില്ലാതെ നാം നോക്കുമ്പോൾ കടലാസ് കാണുന്നേയില്ല, അക്ഷരം മാത്രമേ കാണുകയുള്ളൂ. അതുപോലെ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ആ സിനിമയുടെ ഒരു സ്ക്രീനിലാണ് ആ സിനിമയുടെ ചിത്രങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നത്. ആ സ്ക്രീന് നാം ഒരിക്കലും കാണുകയില്ല. സ്ക്രീനിലല്ല നമ്മുടെ ശ്രദ്ധ. എന്നാൽ സ്ക്രീൻ ഇല്ലെങ്കിൽ ആ പ്രദർശനവും അവിടെ ഇല്ല. അതുപോലെ ആ പരമാത്മാവാകുന്ന സ്ക്രീനിലാണ് ഈ പ്രപഞ്ചമെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലുള്ള ശ്രദ്ധ കൊണ്ട് അതിനെ നാം അറിയുന്നേയില്ല. ഇത് വരുമ്പോൾ സന്തോഷിക്കുകയും നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാശനഷ്ടങ്ങളില്ലാത്ത, വരികയും പോവുകയും ചെയ്യാത്ത, എന്നും സ്ഥായിയായി നമ്മോടൊപ്പമുള്ള, നമ്മിൽ തന്നെയുള്ള ആ പരമസത്യയെയാണ് നാം അറിയേണ്ടത്. നമ്മുടെ പരമമായ ലക്ഷ്യവും അത് തന്നെയാണ്. എന്നിട്ട് നാം ലക്ഷ്യത്തെ മറന്ന് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പോയി നമ്മുടെ ആയുസ് നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് കാഴ്ചകൾ കണ്ടു കണ്ടിങ്ങ് നിങ്ങൾ കാണേണ്ടതെങ്ങോ മറഞ്ഞു. ലക്ഷ്യം പുറത്തല്ലടുത്താണ് അകത്താണ്. നമ്മുടെ പരമമായ ലക്ഷ്യം എന്താണ്? ആ അനശ്വരമായ ആത്മാനന്ദ വസ്തുവാണ്. അത് പുറത്തല്ല, അത് അടുത്താണ്, അത് അകത്തുമാണ്. അതിനെ അറിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രപഞ്ച വസ്തുക്കളിൽ ഒരു രതിയോ അതുപോലെ ഇവ നമ്മെ ദുഃഖിപ്പിക്കുന്നതോ അല്ല. ഇവ നമ്മെ സുഖിപ്പിക്കുന്നുമില്ല, ഇവ നമ്മെ ദുഃഖിപ്പിക്കുന്നുമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അനശ്വരമായ ആത്മാനന്ദ വസ്തുവിനെ അറിയുകയാണ് മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിക്ക് നാം ഈ കാഴ്ചകളിൽ മയങ്ങിയാൽ ഒരിക്കലും അത് ലഭിക്കുക സാധ്യമല്ല. അതിനാൽ അതാണിതിനൊക്കെ ആധാരമെന്ന് ബോധിച്ച് നമ്മുടെ ബോധം മുഴുവൻ അതിൽ നിലനിർത്തുകയും അതുപോലെ ബാഹ്യമായവയിൽ ഒന്നും നാം മുടക്കാതെ ബാഹ്യമായവ സത്യമല്ലെന്നും ബോധിച്ച് പരമാർത്ഥാത്മായിരിക്കുന്ന അതിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചുവിടേണ്ടതാണ്. അങ്ങനെ ആര് തിരിച്ചുവിടുന്നുവോ അവർക്ക് അത് അനുഭവവേദ്യമാകും. കാഴ്ചകൾ കണ്ടിങ്ങ് നിങ്ങൾ കാണേണ്ടതെങ്ങോ മറഞ്ഞു.
ലക്ഷ്യം പുറത്തല്ലടുത്താണകത്താണ് അനശ്വരാത്മാനന്ദ വസ്തു.